ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുഞ്ചൂസിൻ്റെ സ്കൂൾ അടയ്ക്കുന്ന ദിവസമാണ്. ഇന്ന് ലാസ്റ്റ് അത് എക്സാമാണ്. ഇന്ന് സ്കൂൾ അടയ്ക്കും. ഇന്ന് EVS എക്സാമാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ കുഞ്ചൂസിന് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ വിളിച്ചുണർത്തുക എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ചൂസിന് 7:45 അകത്ത് ബസ് വരും. 7:35 ബസ് വരും. അപ്പോൾ അതിന് 6:30 വിളിച്ചുണർത്തുക. അപ്പോൾ കുഞ്ചൂസ് എണീറ്റ് വരുമ്പോൾ ഒരു നേരമാവും. നമ്മൾ തട്ടി ഒരു 15 മിനിറ്റ് എടുക്കും എണീറ്റ് ഒന്ന് ഇതായിട്ട് വരാനായിട്ട്. വെളിയിലോട്ട് ഇറങ്ങിയാലും ഉറങ്ങി തൂങ്ങിയിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണർത്തിയെടുത്ത് വെളിയിലോട്ട് ഇറങ്ങി വരെയാണ്. ഇറങ്ങി വരുന്ന രംഗം എല്ലാവരും ഒന്ന് കണ്ടിരിക്കണം. പാവം എൻ്റെ കൊച്ചി ഇങ്ങനെയാണ് നടന്ന് വരണത്. അപ്പോൾ വെളിയിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ മുല്ലേക്ക് പൊട്ടിട്ട് ചെറിയ പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. നോക്കിയാൽ നല്ല ഒരു വരിയായിട്ടാണ് മുല്ലപ്പൂ നിൽക്കുന്നത്. കാണാൻ നല്ല രസമുണ്ടത്. 1 2 3 അങ്ങനെയല്ലേ? കുഞ്ചൂസ് നിനക്കൊന്നും പറയാനില്ലേ? കുഞ്ചൂസ് എണീറ്റ് അവൻ്റെ ചെരുപ്പൊക്കെ മൊത്തം ചെളിയാക്കി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രഷ് ചെയ്യാൻ പോവുകയാണ്. ബ്രഷ് ചെയ്യാൻ വേണ്ടി രാവിലെ കുഞ്ചൂസ് ഇങ്ങനെയാണ് ഉറക്കൊണ്ട് ബ്രഷൊക്കെ ചെയ്യണം. ഇനി കുഞ്ചൂസ് പോയത് എങ്ങോട്ടാണ്? കുഞ്ചൂസ് അച്ചാമ്മേരെ പയർ കൃഷിയിലോട്ടാണ്. കുഞ്ചൂസിൻ്റെ പയർ കൃഷിയല്ലേ, അച്ചാമ്മേരെ പയർ കൃഷിയാണേ. പയർ പറിക്കാൻ ചെന്നപ്പോൾ ഇന്ന് രാവിലെ ഭയങ്കര മടിയായിരുന്നു. എനിക്കങ്ങും വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവനാണ് ഈ നിൽക്കുന്നത്. അമ്മ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. പയർ പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയി. പക്ഷേ അത് ഈ ഉറക്കം കിടക്കണോണ്ടാണ് അവന് മടിയായിരുന്നത്. പറിച്ച് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒറ്റ ഓടി പയറവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് പല്ലൊക്കെ തേച്ചിട്ട് കയറി വന്ന് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ഉരുളക്കിഴങ്ങ് കറിയാണ്. രാവിലെ കഴിപ്പൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. കഴിച്ചിട്ട് കുഞ്ചൂസ് ഒരുങ്ങി വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇച്ചിരി നടന്ന് പോയാൽ ബസ് കയറാൻ പറ്റുള്ളൂ. മെയിൻ റോഡിലാണ് ബസ്, ഇച്ചിരി നടക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചിരി ഒന്ന് ലേറ്റായി. അപ്പോൾ കുഞ്ചൂസ് ഓടിപ്പോവുകയാണ്. ബസ് ഇപ്പോൾ വരുമോ എന്ന് പറഞ്ഞിട്ട് കുഞ്ചൂസ് ഓടുകയാണ്. കൂട്ടത്തിൽ എന്നെയും കൂടെ പെട്ടെന്ന് ആവാന്നുണ്ട് എന്നെയും കൂടെ ഇട്ട് ഓട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഓടി നമ്മൾ ബസ് കയറുന്ന സ്ഥലത്തെത്തി. അപ്പോൾ നമ്മൾ കുറച്ച് സമയം നിന്നപ്പോൾ നമ്മൾ ബസ് വന്ന് കുഞ്ചൂസ് ബസ്സിൽ കയറി ടാറ്റയും പറഞ്ഞു പോയി. അപ്പോൾ ഇന്ന് എക്സാം ആയതുകൊണ്ട് ഉച്ച വരെ ഉള്ളൂ, 11:30 വരെ ഉള്ളൂ. ഒരു 12:30 ആകുമ്പോഴത്തേക്ക് കുഞ്ചൂസ് എത്തും. അപ്പോൾ ഞാൻ വിളിക്കാൻ പോകുന്നു. ഇന്ന് ബസ് ഒരുപാട് ലേറ്റായി, 12:30 കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇതാ കുഞ്ചൂസ് ഒന്ന് ഇറങ്ങണുണ്ട്. കുഞ്ചൂസിൻ്റെ ബസ്സിൻ്റെ ആൻറ്റിയാണത്. ചേച്ചി ഒന്ന് എന്നെ എടുത്തു, എന്നെ ഒന്ന് വീഡിയോയിലോട്ടൊന്ന് കാണിക്കണേന്ന് പറഞ്ഞ് രാവിലെ പറഞ്ഞ്. അപ്പോൾ നമ്മളെയും കൂടെ ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ചേച്ചിയും കൂടെ ഒന്ന് കാണിച്ച്. എനിക്ക് പിന്നെ വീഡിയോ എടുപ്പ് വലിയ വശം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എടുത്ത്. ഇതാണ് കുഞ്ചൂസിൻ്റെ ഇവിടെ നിന്ന് ബസ് കയറുന്ന കൂട്ടുകാരൻ. ചേച്ചിയുടെ പേരെന്തൊരു മക്കളെ? സൂഫിയാനെന്നാണ് ഈ മോൻ്റെ പേര്. ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അങ്ങനെ കുഞ്ചൂസ് 1ാം ക്ലാസ് വിജയകരമായി പൂർത്തിയാക്കി ഇറങ്ങി വരുന്നുണ്ട്. വീടെത്തി. എന്തോന്ന് കുടിച്ച്? നീ എന്തെങ്കിലുമൊക്കെ പറ. ഇപ്പോൾ ഇനിയിപ്പോൾ പഠിക്കാൻ പറയൂലല്ലോ, അതുകൊണ്ട് കൊച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിരുന്ന് ടാബ് കാണുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എന്നെ എത്തി വെറുതെ വിടൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ പറ കുഞ്ചൂസ്, എങ്ങനെയുണ്ടായിരുന്നു 1ാം ക്ലാസ്?